വിവാഹം ഉടനെ നടത്തണം പറഞ്ഞ് ഡാഡി വരെ നിർബന്ധം. ആനന്ദപ്പോ എന്റെ പഠിത്തം ഒന്ന് കഴിഞ്ഞ് ഒരു ജോലി ഒന്ന് കിട്ടിക്കോ. അതുവരെ നോക്കിയില്ലേ വേറെ ആണുങ്ങൾ വന്നെ രാജ്യം. എങ്കിലതൊന്ന് കാണുന്നില്ല. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ചുണക്കുട്ടി ആരാണ് ഇവിടെ എന്നൊന്ന് അറിയണമല്ലോ. തമാശകള് ബാലു, ഞാൻ സീരിയസ് ആയിട്ട് അറിയണം. ആ അവരാച്ചനങ്ങളുടെ മകൻ സണ്ണിയുടെ പ്രപ്പോസൽ പിന്നെയും വന്നു. ഡാഡി സമ്മതിച്ച മട്ടാണ്. ഡാഡിയോട് ഞാൻ തഞ്ചത്തിലൊന്ന് സൂചിപ്പിച്ചു വെക്കാം. എന്നിട്ട് ബലി ഡാഡി വന്നൊന്ന് കാണണം. കൂളായിട്ട് കാര്യം ഒന്ന് പറയണം. പറയാം. പക്ഷേ നാൻസിയുടെ ഡാഡിയോട് വന്ന് സംസാരിക്കുന്ന മുമ്പ് എനിക്ക് എന്റെ വീട്ടുകാരുടെ അനുവാദം വാങ്ങണം. നോക്കൂ, ഇനിയും താമസിപ്പിച്ചാൽ വെജിറ്റബിൾ ഇവിടെ നോൺ വെജ് ദിവസമുള്ള ഓർഡർ അല്ലേ, പറയാനറിയാം സാർ. പിന്നെ ഇവിടെ ഒരു കോഫി. എനിക്ക് നാൻസി വിഷമിക്കണ്ട. ഞാൻ എന്റെ ഫാദറിന്റെ മണിയോട് ചുണ്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നാൻസിയുടെ വിഷയം മെല്ലെ ഒന്ന് ഹിന്റ് ചെയ്തിട്ടുണ്ട്. മറുപടി ഒന്നുമില്ല, 2 ആഴ്ചയായി. ഉടനെ വരും. ബാലുവിന്റെ ഫാദർ സമ്മതിക്കാതിരിക്കുവോ? ഏയ്, ഇന്നോളം എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അപ്പ എതിർന്നു നിന്നിട്ടില്ല. ഇതിനും ഐ ഹാവ് അബ്സല്യൂട്ട് ഫെയ്ത്ത് ഇൻ ദ ഓൾഡ് മാൻ. മൂപ്പിൽസിനെ കയ്യിലെടുത്താൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ജോലി അപ്പൊ നോക്കിക്കോളും. വേറെ കിട്ടി. തമാശ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് നോട്ട് ടു ദിസ് എക്സ്റ്റെന്റ്. നോ, വേറെ എന്റെ മുമ്പിൽ വെജിറ്റബിൾ കട്ട്ലറ്റ് വെച്ചത് ഞാൻ കണ്ടതാണ്. നാൻസിയാണ് പ്ലേറ്റുകൾ മാറ്റിയത്. നോ, ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് സച്ച് dirty tricks. സോറി ബാലു. സോറി. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കുള്ളതുകൊണ്ട് എന്ന് തോന്നിവാസവും ചെയ്യാവുന്നു. സ്റ്റുപ്പിഡ്. ഞാൻ പക്ക വെജിറ്റേറിയൻ ആണെന്ന് നാൻസിക്ക് അറിഞ്ഞൂടെ? an orthodox brahmin. വേറെന്തും ഞാൻ സഹിക്കും, പക്ഷെ ഇത് എന്റെ വിശ്വാസത്തെ, എന്റെ റൂട്ട്സിനെ I just can't tolerate this. Please understand this. ഞാൻ ഇക്കാര്യത്തിൽ വളരെ സെൻസിറ്റീവാണ്. ഐ എം റിയലി ടച്ചി. നാൻസി കാണിച്ചത് തെറ്റ്. ഞാൻ നാൻസിയെ തല്ലിയത് ഐ അഡ്മിറ്റ്, അതും തെറ്റ് തന്നെയാണ്. പ്ലീസ് പ്ലീസ്, സോറി. ഐ സെഡ് ഐ എം സോറി. സോറി പറഞ്ഞില്ലേ, അതങ്ങ് മറന്നു കളി. സേ സംതിങ് പ്ലീസ്. ബാലു, you said you're an orthodox Brahmin. I'm an orthodox Christian. നമ്മൾ ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകും? വെരി സിമ്പിൾ. വായിച്ചിട്ടില്ലേ, ഓപ്പോസിറ്റ് പോൾസ് എപ്പോഴും ഒരുമിച്ച് പോകുമെന്ന്? ആവോ, കല്യാണത്തിന് മുൻപ് ബാലുവിന്റെ അടിയുടെ ലെവൽ ഇതാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്റെ കോലം എന്തായിരിക്കോ? പറയട്ടെ? വേണ്ട വേണ്ട. മൂപ്പിൾസിന്റെ മറുപടി വരാൻ ഞാൻ കാത്തിരുന്നാൽ ചിലപ്പോ വൈകും. നാളെ കോളേജിലില്ല, ഞാൻ പോയി നേരിട്ട് കണ്ടായിരിക്കാം. എന്റെ ബാലു, നിന്റെ അപ്പാവെ കൊണ്ട് ഞാൻ തോറ്റു. ഈ ഇടയായി എപ്പോ നോക്കിയാലും ഒരേ ചിന്തന. നീ വന്നാലെങ്കിലും ഒന്ന് ചിരിച്ചു കാണാന്ന് വിചാരിച്ചു. എന്റെ കാര്യം കളയി സാവിത്രി. ബാലുവിന്റെ കഥ കേട്ടോ നീ? അവന് കല്യാണം കഴിക്കണമെന്ന്. അവന് ലെറ്റർ അയച്ചിരുന്നു. മറുപടി കാണാനായിട്ട് അന്വേഷിച്ചിറങ്ങിയതാ. ലെറ്ററാ? അവന് വേണ്ടി പെണ്ണന്വേഷിച്ച് നമ്മൾ കഷ്ടപ്പെടണ്ട. അവനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് അത്രേ. കല്യാണത്തിന് നമ്മുടെ സമ്മതം മാത്രം മതിയെന്ന്. നന്നാർക്ക് ഒരേ ഒരു പുള്ളിയാച്ചെന്നെ ரொம்ப ചെല്ലം കൊടുത്ത് വളർത്തിട്ടാണോ ഇല്ലയോ? കണ്ടോടാ ബാലു, നീ ഒരു പെണ്ണിനെ കണ്ടുവച്ചു എന്ന് പറഞ്ഞപ്പോഴേ അമ്മ അവിടെ കോപം. അപ്പൊ നീ കണ്ടുവച്ച പെണ്ണ് ബ്രാഹ്മണ സ്ത്രീ അല്ല,
ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് അറിയുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ? എന്നാ ക്രിസ്ത്യാനി പൊണ്ണാ? என்ன சொல்றே? ஏண்டா? സാവിത്രി ചോദിക്കാം. സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക്. അവന് ഇഷ്ടപ്പെട്ട പെണ്ണിയല്ലേ അവൻ കല്യാണം കഴിക്കേണ്ടത്? எனக்கு ஒண்ணும் கேட்கண்டா. நான் இதுக்கு சம்மதிக்க மாட்டேன். நம்ம புள்ள ஒரு கிறிஸ்டியானி பொண்ண கல்யாணம் பண்ணிக்கிறதா? சிவ சிவா சிவ சிவா. ஐயோ ஊரெல்லாம் ചിരിക്കുമേ. ദാ പാര്, മര്യാദയ്ക്ക് അവൻ നമ്മളോട് സമ്മതം ചോദിച്ചു. പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവൻ തന്നെ ഇഷ്ടപ്രകാരം ഈ കല്യാണം നടത്തിയാലോ? അപ്പൊ ഒരു ശരിക്കാതാ. கடவுளே, நான் என்ன பண்ணுங்க? இது பாருங்க, எனக்கு ஒண்ணுமே தெரியாது. നീക്ക് കൊഞ്ചമാവോ തെരിയും. സാവിത്രി കേൾക്ക്, അവന്റെ ജീവിതം അവന്റെ സന്തോഷത്തിന് വിട്ടുകൊടുക്കണം. അതാ നല്ലത്. ആ ബാലു, ഞങ്ങൾ മാത്രം സമ്മതിച്ചുണ്ടായില്ലല്ലോ. ആ പെൺകുട്ടിയുടെ പേരൻസിനോട് സമ്മതമാവണ്ടേ? അവക്ക് ഡാഡി മാത്രമേ ഉള്ളൂ. അദ്ദേഹം സമ്മതിക്കും. നാൻസിയെ ഞാൻ എങ്ങനെയാണ് വളർത്തിയതെന്ന് മിസ്റ്റർ ബാലുവിന് അറിയാമോ? ഷീ ഗ്രൂ അപ്പ് ലൈക്ക് എ പ്രിൻസസ്. യു ആർ ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. ഈ വർഷം കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും. ഒരു ജോലി തേടി കിട്ടിയാൽ തന്നെ മാക്സിമം 2000 രൂപയിൽ കൂടുതൽ ശമ്പളം നിങ്ങൾ കിട്ടില്ല. അതെന്റെ നാൻസിക്ക് ഒരു ബർത്ത്ഡേ പ്രസന്റ് വാങ്ങാൻ തികയില്ല. അവൾക്ക് ഞാൻ 5 മാസം കൊടുക്കുന്ന പോക്കറ്റ് മണി എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഞാനത് അന്വേഷിച്ചിട്ടില്ല. നാൻസിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെയും. അതിനപ്പുറം well, I just didn't bother, sir. You may not, പക്ഷേ എനിക്കത് അന്വേഷിച്ചാൽ മതിയാവും. She is my only daughter, my everything. എനിക്കുള്ള ഒന്നേ ഉള്ളൂ. ഒരു പുരുഷന് ഒരു ആയുസിൽ ഒരു സ്ത്രീക്ക് നൽകാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും അതെനിക്ക് ഇവൾക്ക് നൽകാൻ കഴിയും. ഒരു ഭർത്താവിൽ നിന്നും ഇവൾ പ്രതീക്ഷിക്കുന്നില്ല. Everything a man can give. അതല്ല അങ്കിൾ പറഞ്ഞ പോക്കറ്റ് മണി, ബർത്ത്ഡേ പ്രസന്റ്, ഈ സ്വത്തുക്കളും ആർഭാടവും ഇതാണ് അതിനേക്കാൾ വലുതെങ്കിൽ, well, then she has to choose. I have nothing to choose. എന്റെ മകളുടെ നല്ല ഭാവിയും സൗഭാഗ്യം ഒഴിച്ച് മറ്റൊന്നും. I'm sorry. നാൻസി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പോകുന്നു. ബാലു, നാൻസി, ഡാഡി, എത്രയും പെട്ടെന്ന് എന്റെ വിവാഹം നടന്നു കാണണമെന്ന് ഡാഡി തന്നെയല്ലേ പറഞ്ഞത്? ബാലുവിനെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ വിവാഹം നടന്നു കാണുമെന്ന് ഞാൻ പറഞ്ഞു, ശരിയാണ്. പക്ഷെ അത് ഇയാളുമായിട്ടായിരുന്നില്ല. എന്റെയും ഈ കുടുംബത്തിന്റെയും നിലക്കൊത്ത ഒരു ബന്ധം ഞാൻ കണ്ടുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. മേ ബി, പക്ഷേ ഡാഡി ക്ഷമിക്കണം, ഞാൻ അതിന് സമ്മതിക്കില്ല. നാൻസി, എന്നോടും ഡാഡി അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഇനിയും ഞാൻ അനുസരിക്കാം. ഞങ്ങളുടെ ഈ ബന്ധം ഡാഡിക്ക് സമ്മതമല്ലെങ്കിൽ ഡാഡിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ല. ആയുസ് മുഴുവൻ അനുസരണയുള്ള മകളായി ഞാൻ കഴിഞ്ഞോളാം. അൺമാരീഡ്. ബാലുവിനെ ഒഴികെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അത് മാത്രം ഡാഡി എന്നോട് പറയരുത്. നാൻസി, നീ അകത്ത് പോ. ബാലു, എനിക്ക് 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. 3ാമത്തെ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. കൗണ്ടിങ് ദ ഡേയ്സ്. നാൻസിയുടെ മമ്മി മരിച്ചതിന് ശേഷം ഞാൻ ജീവിച്ചത് എന്റെ മകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. മരിക്കുന്നത് എന്റെ നാൻസിയുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ടുകൊണ്ടാവണമെന്നാണ് ആശ. അവൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി, കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ബന്ധത്തിന് സമ്മതം തരാം. എന്റെ നാൻസി, അവൾ ഒരിക്കലും കരയരുത്, കരയേണ്ടി വരരുത്. I promise, sir. ഡാഡി, ആ ഒരു കാര്യം, Sir. ബാലുവിന്റെ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. വിവാഹം ഉടനെ നടത്തണം.